ഹായ് കുട്ടികളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ ഒരുങ്ങിക്കെട്ടി നിൽക്കുന്ന എങ്ങോട്ട് പോകാനെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ദാണ്ട എന്നോടൊപ്പം വിഷ്ണുവും ചിന്നും ഒരുങ്ങിക്കെട്ടി നിൽപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടി എൻ്റെ കസിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോവുകയാണ് കേട്ടോ. ദക്ഷൂട്ടനും ഉണ്ടായിരുന്നു, അനന്തും ഉണ്ടായിരുന്നു, ഏട്ടനും ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് കുട്ടിക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ലായിരുന്നു. അപ്പം നമ്മൾ 2 ഡ്രസ്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ രാഗത്തിലാണ് കേട്ടോ വന്നത്, നമ്മുടെ വട്ടപ്പാറയുള്ള. അപ്പം നമ്മൾ ദാണ്ട് അതിനുശേഷം ഞാൻ കുഞ്ഞിനുള്ള ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം ഞാൻ എനിക്കൊരു ഷോൾ നോക്കാനുണ്ട്. എനിക്ക് ആ ബ്ലൂ ഷോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ഏട്ടൻ പറഞ്ഞു ഇപ്പം നീ ഒന്നും വാങ്ങിക്കണ്ടാന്ന്. കാരണം ഇപ്പോൾ അങ്ങോട്ട് വാങ്ങിച്ചതേ ഉള്ളൂ ഓണത്തിനൊക്കെ ഒരുപാട് ഡ്രസ്സ്. അതിനുശേഷം ഞാൻ പിന്നെ വേറൊരു ടോപ്പ് പോയി നോക്കി കേട്ടോ. ഏട്ടൻ പോസ്റ്റ് അടിച്ച് നിൽക്കുവാണ്. ഏട്ടൻ പറഞ്ഞു നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതൊന്നും എന്തായാലും വാങ്ങിക്കണ്ടാന്ന് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ എന്തായാലും സമയം പോകണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ തന്നെ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഇതാണ്ട് എനിക്കും ചിന്നൂനും കൂടെ കേട്ടോ വാങ്ങിച്ചേ. അപ്പം നമ്മൾ 2 ഗിഫ്റ്റൊക്കെ വാങ്ങി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ്ട് വെഞ്ഞാറമൂട് എത്തിയിട്ടുണ്ട്. വെഞ്ഞാറമൂട് കുറച്ച് ഉള്ളിലോട്ടാണ് കേട്ടോ അവളുടെ വീട്. എനിക്ക് കറക്റ്റ് ലൊക്കേഷനൊന്നും അറിയില്ല. ഞാൻ സെക്കൻഡ് ടൈമാണ് കേട്ടോ അവിടെ പോകുന്നത്. അപ്പം അതുപോലെ ഞങ്ങൾ വണ്ടിയിലാണ് ട്രാവൽ ചെയ്തത്. അപ്പോൾ എനിക്ക് അധികം അങ്ങനെ അറിയില്ല. അപ്പം ഞങ്ങൾ ഇതാണ്ട് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, വീടിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ ഞങ്ങൾ ബാക്കി ഗിഫ്റ്റ് കൊടുക്കുന്നതും ഫുഡ് കഴിക്കുന്നതും അവിടുത്തെ വിശേഷങ്ങളൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അത്യാവശ്യം അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അത് എക്സ്ട്രീംലി സോറി ഞാൻ ആദ്യം തന്നെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്തായാലും തിരിച്ച് പോകുന്ന വഴിക്ക് വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ് ലൊക്കേഷനും എക്സാക്റ്റ്, കാരണം നമ്മൾ ട്രിവാൻഡ്രം ആണെങ്കിൽ പോലും എനിക്ക് അധികം ഈ ലൊക്കേഷൻസും കാര്യങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ അവിടെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഫെസ്റ്റിൽ നമ്മൾ എന്തായാലും ചെന്ന് കയറി കേട്ടോ ഫാമിലിയായിട്ട്. അങ്ങനെ നമ്മൾ കയറുന്ന എൻട്രൻസിൽ തന്നെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം താണ്ടേ അവിടെ കുറച്ച് ടോയ്സിൻ്റെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ദക്ഷൂട്ടൻ വിരളി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് കിടന്ന് ഓടുമായിരുന്നു. എന്തായാലും ഞാനും ചുന്നും കൂടി പിടിച്ചെടുത്ത് ഞങ്ങൾ അവനെ കൊണ്ടുപോവാണ് കേട്ടോ. കാരണം ഇവനെ കൊണ്ടുപോകുന്നതും മേയ്ക്കുന്നതും ഒരു വമ്പ ടാസ്ക്കാണ്. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഫസ്റ്റ് അവനെ ഒന്ന് റൈഡ്സിൽ കയറ്റാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അവൻ ഫസ്റ്റ് ടൈം അല്ല, അവനൊരു സെക്കൻഡ് ടൈമിലാണ് ഈ ഒരു റൈഡ്സിൽ ഉള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ അവനെ താണ്ട് റൈഡിൽ കയറ്റുമെങ്കിൽ അവൻ എന്നെ കിടന്ന് വിളിയായിരുന്നു കേട്ടോ. തിരിഞ്ഞ് നോക്കിയൊക്കെ ഇരിക്കുവാണ് അവൻ. പിന്നെ തിരിച്ച് കറങ്ങി ഇങ്ങനെ വരുന്ന വഴിക്ക് തന്നെ അവൻ അനന്തുവിൻ്റെ കയ്യിലൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എടുത്ത് ചാടാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് പേടിയായി. പിന്നെ എന്തായാലും വിഷ്ണു അവനെ അതിൽ നിന്നൊക്കെ പൊക്കിയെടുത്ത് പിന്നെ അതിനുശേഷം ഞങ്ങൾ അവനെ സെക്കൻഡ് റൈഡ്സിൽ കയറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തന്നെ സെക്കൻഡ് താണ്ടി ഇതിൽ കയറാൻ വേണ്ടി പോകണേ. പക്ഷെ നമ്മൾ ബീച്ചിൽ നമ്മളിത് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. പക്ഷെ അതിൽ കുറച്ച് ബോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ബോൾസും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അവൻ്റെ ഷൂ ഊരാതാണ് കയറിയത്. അപ്പോൾ പിന്നെ തിരിച്ചിറങ്ങിയിട്ട് ഷൂസൊക്കെ ഊരിയതിന് ശേഷമാണ് അവരതിലോട്ട് കയറ്റുന്നത്. അപ്പോഴത്തേക്ക് അവിടെ വേറെ 2 കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ കൂടെ തന്നെയാണ് അവൻ കുറച്ച് പ്ലേ ടൈം അവൻ എൻജോയ് ചെയ്തു കേട്ടോ. പക്ഷേ എന്തായാലും നമ്മളെ കുട്ടികളുടെ സന്തോഷമല്ലേ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ദക്ഷു പൊതുവേ ഇച്ചിരി കുരുത്തക്കെടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് അപ്പോഴും കുറച്ച് ദേഷ്യം വരുമെങ്കിലും പിന്നെ ഞാനത് ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം അവൻ ഇത്തിരി കുറുമ്പ് കൂടുതലാണ് വേറുള്ള കുട്ടികളെ അപേക്ഷിച്ച്. അത് പിന്നെ എല്ലാവരും പറയും ആൺകുട്ടികളല്ലേ ഇത്തിരി കുറുമ്പ് കൂടുതലായിരിക്കും എന്ന് പറയും. എന്നാലും കുഴപ്പമില്ല, എൻ്റെ സുന്ദരി മോനാണ് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ താണ്ടെ ഒരു കറങ്ങുന്ന ഒരു പമ്പരം പോലത്തെ ഒരു സാധനമൊക്കെ കണ്ടിട്ട്, ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ അതേപോലെ തന്നെ പിന്നെ അതിനുശേഷം ഒരു കാറിൽ കൊണ്ടുവന്ന് കയറ്റി. അതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഒരു പട്ടി ഷോയും കാണിച്ചൊക്കെ കാറിൽ ഇങ്ങനെ ഇരുന്ന് പോവുകയാണ് കേട്ടോ. അവനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഏതിൽ കയറണം എന്നിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. ഏതിനെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ അടുത്തത് കയറണം. അങ്ങനെ നോക്കിയിരുന്നു. അവസാനം ഇത് അതിൽ നിന്ന് ഇറക്കിയിട്ട് പിന്നെ അരയണ്ണത്തിൽ കയറാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഏട്ടാ എനിക്കും അരയണ്ണത്തിൽ കയറണം എന്ന്. അപ്പോൾ ഏട്ടമ്മ നോക്കിയാൽ നീ ഞങ്ങൾക്ക് കയറിക്കും. ഞാൻ എവിടെ അരയണ്ണം കണ്ടാലും എനിക്ക് കയറണം കേട്ടോ. കൊല്ലത്ത് ബീച്ചിൽ പോയാലും ഞാൻ എൻ്റെ അടുത്ത് പറയും ഏട്ടാ എനിക്ക് അരയണ്ണത്തിൽ കയറണം എന്ന്. അപ്പം തന്നെ ഏട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ് നീ കയറിക്കോളാം. ഞാനപ്പോൾ ദക്ഷൂട്ടിനെ എടുത്ത് കയറ്റി. അപ്പോൾ ഏട്ടന് ഭയങ്കര പേടി. ഏട്ടൻ വേണ്ട കൊച്ചിനെ കയറണ്ട, നീ വേണമെങ്കിൽ കയറിപ്പോക്കോളാം. അങ്ങനെ ഞാനും അനന്തവും വിഷ്ണുവും ചിന്നും കൂടെ അതിൽ വലിഞ്ഞു പിടിച്ച് കയറി. അപ്പം ഞങ്ങൾ വിഷ്ണു ചിന്നുവിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഏട്ടൻ കൊച്ചിനെയും കൊണ്ട് ഇറങ്ങിപ്പോയിരുന്നു. അങ്ങനെ പിന്നെ വിഷ്ണുവും ചിന്നുവും പിന്നെ ഞങ്ങളടുത്ത് വന്നിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും പിന്നെ അതിനുശേഷം ആ ഭാഗത്ത് കുറച്ച് വെയിറ്റ് കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അപ്പുറത്തെ സൈഡിലാക്കട്ടെ. പിന്നെ ഞാനും വിഷ്ണുവും ഇപ്പുറത്തെ സൈഡിലായിപ്പോയി. അങ്ങനെ നമ്മൾ താണ്ട് അരയണ്ണത്തിൽ കയറി ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോഴത്തേക്ക് താണ്ട് ഏട്ടനും ദക്ഷുവും കൂടെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് അത് നുണഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഏട്ടനാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ അരയണ്ണത്തിൽ ഇരുന്ന് സത്യം പറയാല്ല പേടിച്ച് പോയി കേട്ടോ. കാരണം അത്ര ഹൈറ്റിൽ അവർ പോക്കി. സത്യം പറയാമല്ലോ ഞാൻ സത്യം പറഞ്ഞാൽ കണ്ണടച്ചിരിക്കുമായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായിപ്പോയി.
കാരണം ബീച്ചിൽ ഞാൻ പോയപ്പോൾ നല്ലപോലെ പേടിച്ചിരുന്നു. പക്ഷേ ഇത് ഞാൻ വിചാരിച്ചു അത്ര വലുതായിട്ടൊന്നും ഇല്ലെന്ന്. പക്ഷേ അതിനെ കാട്ടിയിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. ചിന്നു ആണെങ്കിൽ സത്യം പറയാലോ അവൾക്ക് തല കറങ്ങിയപ്പോൾ പിന്നെ അനന്ത് നിലവിളിച്ച് കൂവി ഒന്നും പറയണ. അവസാനം അത് നിർത്തിച്ചിട്ട് അനന്തൂരി ഇറക്കിയതിന് ശേഷമാണ് പിന്നെ അതൊന്നേന്നും പറഞ്ഞു പോയത്. പിന്നെ ചിന്നു ഞങ്ങളടുത്ത് വന്നിരുന്നു കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടാണ് പിന്നെ നിലവിളി. വിഷ്ണുവും ഭയങ്കര നിലവിളിയായിരുന്നു കേട്ടോ. വിഷ്ണുവും ചിന്നുവൊക്കെ തല കറങ്ങി വരുവാണ് കേട്ടോ. ഞാൻ ആദ്യമേ തല ഇറങ്ങി ഇറക്കി, അതുകൊണ്ട് എന്നെ വീഡിയോയിൽ കാണാത്തത്. ഏട്ടൻ താണ്ട ഒരു ചെടിയൊക്കെ വാങ്ങി കേട്ടോ, 2 ചെമ്പരത്തി ചെടിയൊക്കെ വാങ്ങിയതാണ്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അതധികം ഇത്ര ഒരെണ്ണത്തിന് 80 രൂപ എന്തോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ കാണുന്നതിന് ബൈ ബൈ, സീ യു.